എറണാകുളം പനമ്പിള്ളി നഗറിലെ സപ്ലൈകോ ശാഖ അടച്ചു എന്ന വാർത്ത വരുന്നു. സാങ്കേതിക കാരണങ്ങൾ മൂലം പ്രീമിയം പീപ്പിൾസ് ബസാർ അടയ്ക്കുന്നുവെന്നാണ് മാനേജറുടെ വിശദീകരണം. സപ്ലൈകോ റീജിയണൽ മാനേജർ അടക്കമുള്ളവരെത്തി പീപ്പിൾസ് ബസാറിലെ സ്റ്റോക്ക് തിട്ടപ്പെടുത്തി. ഇന്ന് തന്നെ ഷോപ്പിൽ നിന്നുള്ള സാധനങ്ങൾ മുഴുവൻ ഗാന്ധിനഗറിലെ ഓഫീസിലേക്ക് മാറ്റും. സൈഫുനിസാലിയ തയ്യാറാക്കിയ റിപ്പോർട്ട്. എറണാകുളം പനമ്പിള്ളി നഗറിലെ പ്രീമിയം പീപ്പിൾസ് ബസാറിനാണ് ഇപ്പോൾ പൂട്ട് വീഴാൻ പോകുന്നത്. ഇന്ന് മുതൽ ഒരു രീതിയിലുള്ള കച്ചവടവും ഇവിടെ ഉണ്ടാകില്ല എന്നാണ് മാനേജർ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവിടെ ഏറ്റവും ഒടുവിൽ കച്ചവടം നടന്നത്. നമുക്കറിയാം, സബ്സിഡി സാധനങ്ങളുടെ അടക്കം കുറവുകൾ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കച്ചവടം നടന്നിരുന്ന ഒരു സ്ഥാപനമാണ് ഈ പനമ്പിള്ളി നഗറിലെ സപ്ലൈകോ. നിരവധി ആളുകൾ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത് പോലും പലരും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാനായി വരികയും പിന്നീട് മടങ്ങി പോവുകയും ചെയ്തു. സാധനം വാങ്ങാൻ വന്നാണ് ചേട്ടാ? അതെ, സാധനം പിടിക്കാൻ വന്ന. ഇന്ന് മുതൽ ഇവിടെ സാധനം ഒന്നും വിൽക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അതെ, സന്തോഷം. ഇനിയിപ്പോൾ ഞങ്ങൾ എവിടേക്ക് പോകും? എവിടെ പോകും? മേടിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാ തവണ ഇവിടെ നിന്നാണോ വാങ്ങാറ്? അതെ, ഇവിടെ തന്നെ മേടിക്കാറുള്ളത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇങ്ങനെ ഇന്നു മുതൽ സാങ്കേതിക കാരണങ്ങളാൽ കട തുറന്ന് പ്രവർത്തിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ മാനേജറുടെ ഒരു അറിയിപ്പാണ്. എന്തായാലും രാവിലെ മുതൽ ഈ നിരവധി പേരാണ് ഇതുപോലെ ഈ കടയിലേക്ക് വന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ മടങ്ങിപ്പോകുന്നത്. കച്ചവടമില്ല എന്നുള്ള കാരണമാണ് പറയുന്നതെങ്കിൽ അത് സത്യമല്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയും അധികം ആളുകൾ ഇപ്പോൾ വന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 4 ലക്ഷത്തോളം രൂപ ഇവിടെ വാടകയുണ്ട് ഈ ബിൽഡിങ്ങിന് പ്രതിമാസം. അത് കുടിശ്ശികയായി 2 കോടിയോളം രൂപ നൽകാനുണ്ട്. ഇതേ തുടർന്ന് ഈ കെട്ടിട ഉടമ തന്നെ ഇവിടുന്ന് മാറാൻ ഇവരോട് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കൂടാതെ നിരവധി താൽക്കാലിക ജീവനക്കാർ, ഇപ്പോൾ തന്നെ ഇതിനകത്ത് നിരവധി താൽക്കാലിക ജീവനക്കാരുണ്ട്. അവർ ഇനി എവിടെ പോകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. എത്ര നാൾ ഇനിയിപ്പോൾ ഇവർ ജോലിയില്ലാതെ ഇരിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഇതിനൊപ്പം തന്നെ ഇത് തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഒരു മെഡിസിൻ ഷോപ്പാണ്, മാവേലി മെഡിക്കൽസ് ആണുള്ളത്. ഈ മാവേലി മെഡിക്കൽസും അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടി താക്കോൽ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാൻ വേണ്ടി വന്ന വില റേഷൻ അല്ല സബ്സിഡൈസ് പിടിയെ പൂട്ടിയവർ കേട്ടോ, അവരെവിടേക്കോ പോകണം. അവരെ ഇത് കട ഒഴിപ്പിച്ചു. ഇത് നല്ല ഇതായിട്ട് പോയിരുന്നല്ലേ. ഞാനിത് വർഷങ്ങളായിട്ട് ഞാൻ 80 തുടങ്ങി ഇവിടെ ഇതിനായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഓരോ രാഷ്ട്രീയക്കാർ വരുമ്പോഴും ഇതൊക്കെ മാറി വരികയാണ്. നിവൃത്തിയില്ല. ആ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു താൽക്കാലികമായ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ കടമുറിയോ കണ്ടെത്തി അവിടേക്ക് മാറ്റുകയല്ല, ഈ സ്റ്റോർ തന്നെ, ഈ ശാഖ തന്നെ അടച്ചുപൂട്ടുകയാണ്. 2 കിലോമീറ്ററോളം പോയാൽ മാത്രമേ പള്ളിമുക്കിലോ അല്ലെങ്കിൽ ഗാന്ധിനഗറിലോ പോയാകും ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങേണ്ടി വരിക. എന്തായാലും ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നടപടിയാണ് സപ്ലൈകോയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻകൂട്ടി അറിയിക്കാതെ ഉള്ള പൂട്ടിലൂടെ തന്നെ ആളുകൾ വന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുകയും ചെയ്യുന്നത്. പനമ്പിള്ളി നഗറിൽ അപ്പോൾ ആ പ്രീമിയം ഔട്ട്ലെറ്റിൽ ഇന്ന് മുതൽ വിൽപ്പനയില്ല. ഇനി ആരും അങ്ങോട്ടേക്ക് തെറ്റിദ്ധരിച്ച് പോകേണ്ടതില്ല. സാധനങ്ങളൊക്കെ സ്റ്റോക്കൊക്കെ മാറ്റുകയാണ്. അപ്പോൾ നമുക്കിനി ഒരുപാട് വാർത്തകൾ